വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ടൊന്ന് പറയാനുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമല്ല, പെട്ടെന്ന് തന്നെ തീർത്തേക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ചാനലിന്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, രമ്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് ഒരു ചാനലുണ്ട്, രമ്യ ആർട്ട് ബോക്സ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്താ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് എനിക്ക് ഇന്നലെ ആയിരുന്നു നമുക്ക് 1 മില്യൺ നമ്മുടെ ചാനലിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ആ കുട്ടി എനിക്ക് ഒരു കാര്യം അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നുമല്ല. ഒരു പിക്ചർ വരച്ചു തന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് പുള്ളിക്കാരത്തി വരച്ചിട്ടുള്ള ഒരു പിക്ചർ. ഫേസ്ബുക്കില് കണ്ടിട്ട് എന്റെ പ്രൊഫൈലിൽ ഉള്ള ഒരു ഫോട്ടോ പുള്ളിക്കാരത്തി വരച്ചു തന്നിട്ടുള്ളതാണ്. ഇതൊരു സ്റ്റെൻസിൽ ആർട്ട് എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം എനിക്കിത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ സന്തോഷവും ഭയങ്കര ഒരു ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പോകുന്ന ഒരു പടം കൂടിയാണ് കേട്ടോ രമ്യത്. അപ്പൊ ഒത്തിരി താങ്ക്സ് ഉണ്ട് രമ്യ എനിക്ക് ഈ ഒരു പിക്ചർ അയച്ചു തന്നേല്. ഇത് എന്റെ ആദ്യത്തെ ഒരു ഇതുപോലെ എനിക്ക് കിട്ടുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇങ്ങനെ അയച്ചു തരുന്ന ആദ്യത്തെ ഒരു ഗിഫ്റ്റ് ആണത്. ഒരു പ്രിഷ്യസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അപ്പൊ അത് ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ്. പിന്നെ ഞാൻ ഓർത്തു അത് നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഇങ്ങനെയാണ് കുട്ടി എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഒത്തിരി കാരിക്കേച്ചേഴ്സ്, പെയിന്റിങ്സ്, ആർട്ട് അതൊക്കെ ആ കുട്ടിയുടെ ചാനലിലുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പോയി കാണുക. കാരണം നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു അധികം ആരും ആ ചാനലിൽ പോവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് പോയി കാണുക. എന്നിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക വീഡിയോസ്. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ആ കുട്ടിക്ക്. അപ്പൊ അതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു ആ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആ റിക്വസ്റ്റ് എന്താന്നുള്ളത് കൊടുക്കാം. അപ്പം എന്തോ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പല്ലുവേദനയ്ക്ക് ആയതുകൊണ്ട് സോളിഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അത്ര. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അടുത്തൊരാഴ്ചക്ക് അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിലുള്ളത്. പക്ഷെ ഇതൊരു റിക്വസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നി. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു റെസിപ്പി ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിങ്ങനെ വയ്യാത്ത അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് മാത്രമല്ല, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും അതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഓടി വന്നത്. അപ്പൊ നമുക്കിനി പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ഏത് ഓട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ റോൾഡ് ഓട്സിന്റെ പ്രത്യേകത ഇച്ചിരി കട്ടിയായിട്ടാണ് അത് ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ആ 1 കപ്പിൽ തന്നെ 1/2 കപ്പോളം ഞാൻ മുഴുവനോടെ കൂടെ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി 1/2 കപ്പ് മിക്സിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് ഇപ്പം വളരെ ലിക്വിഡ് ആയിട്ട് കഴിക്കണം, അങ്ങനത്തെ ഒരു രീതിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. രണ്ടും നമുക്ക് ഒരുപോലെ പൊടിച്ചിട്ട് ചേർത്താൽ മതിയാവും. അപ്പോൾ പൊടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് നല്ല കൊഴുപ്പോടെ കൂടെ പെട്ടെന്ന് തന്നെ കൊഴുപ്പോടെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ബീൻസും അതുപോലെ ഗ്രീൻ പീസും ഇതുണ്ടല്ലോ സ്വീറ്റ് കോൺ, ഇത് 3 ക്യാരറ്റും ഇതൊക്കെയാണ് ഞാനൊന്ന് വേവിച്ച് ഉപ്പിട്ടിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വേവിച്ച് വെള്ളം നൂറ്റി കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഓയിൽ, അത് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും അതേ അളവിൽ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി ഇതിൻ്റെ ഫ്ലേവർ ഇത്രയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണായിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കരിക്കൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ നിറക്കം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മുഴുവനോട് കൂടിയിട്ടുള്ള ഓട്സ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനോട്
ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. അത് ഈ ഒരു സാധാരണ രീതിയിൽ കുഴപ്പമൊന്നുമില്ലാത്ത, അതായത് നമ്മൾ കഞ്ഞി പോലെ കുടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ചെറുതായിട്ട് തരികളോട് കൂടിയിട്ടുള്ള കഞ്ഞി കുടിക്കണ പോലെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്, കടിക്കാനൊക്കെ ഇടയ്ക്ക് കിട്ടാനൊക്കെ. അതേസമയം അത് മുഴുവനായിട്ടും കഞ്ഞി പോലെ ഒട്ടും തരികളില്ലാതെ കഴിക്കാനെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഓട്സും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മുഴുവനോട് കൂടെ ചേർത്തിട്ടുള്ള ഓട്സ് ഞാൻ ഏകദേശം 1 മിനിറ്റ് ഒന്ന് ആ ഒരു എണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തായിരുന്നു കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പൊടിയും കൂടെ ചേർത്ത് 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതല്ല, ഇപ്പോൾ ഡയബറ്റിക്കിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വളരെ ലിക്വിഡായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അതായിട്ട് ഒരു കയ്യിൻ്റെ പുറകം വെച്ചിട്ട് നമ്മളിങ്ങനെ ഇഡ്ഡലി ദോശയൊക്കെ നമ്മൾ ഒഴിക്കത്തില്ലേ ഒരു കയ്യിൽ, അതിൻ്റെ പുറകുവശം വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ നമുക്കിതൊരു കുക്കറിലാണെങ്കിൽ അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് കുക്കറിലല്ല വേവിച്ചെടുത്തത് പച്ചക്കറികൾ. ഞാൻ ജസ്റ്റ് അടുപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അങ്ങനെയാണ് വേവിച്ചെടുത്തത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 3.5 കപ്പോളം ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതിപ്പം ഞാൻ 1 കപ്പിന് 3.5 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം സൂപ്പിന് ആവശ്യമുണ്ട് അതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് ഓട്സ് ആണ്, പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരാൻ തുടങ്ങും. 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം അതിനകത്ത് തന്നെ നമുക്കിത് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇച്ചിരി കട്ടിയും ഇച്ചിരി ലൂസായിട്ടൊക്കെയാണ് ഇരിക്കുക. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ, ബേസിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കുരുമുളക് പൊടിയോ, ഞാനിപ്പോൾ കുരുമുളക് പൊടി മിക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചില്ലി ഫ്ലേക്സ് എന്ന് പറയും, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇത് നല്ല ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞു. ഇതാ നോക്കിക്കുക, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഒത്തിരി തിക്കായിട്ടും അല്ല ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഓട്സ് അങ്ങനെ മുഴുവനോട് കൂടെ ചിലതിട്ടത് കൊണ്ട് തന്നെ ഇടയ്ക്ക് കടിക്കാനും ഒക്കെ കിട്ടും. അതുപോലെ ഇടയ്ക്ക് നല്ല എന്താ പറയുക, ആ പച്ചക്കറികളും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും അടിപൊളി സ്വാദാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വെയിറ്റ് ലോസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനാണെന്നുണ്ടെങ്കിലും ഒക്കെ, ഇനി അതുമല്ല ഒരു നോർമൽ രീതിയിലാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. ഞാൻ പിന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് മല്ലിയില തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കറിവേപ്പിലൊക്കെ ഇഷ്ടമാണ്, അതിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അല്പം കറിവേപ്പില, അതുപോലെ പട്ട പൊടിച്ച ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുത്ത് അതൊന്നോ രണ്ടോ നുള്ളി ചേർത്ത് കൊടുത്തെന്നാലും സ്വാദ് കൂടുതലാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു മുളക് പൊടി, പച്ചമുളകൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ അരിഞ്ഞു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ജനറലി നമുക്ക് ഇതൊരു സാധാരണ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി എടുത്ത സമയം 2 മിനിറ്റ് 3 മിനിറ്റൊക്കെയാണ് കേട്ടോ. അതിനുള്ളിൽ സൂപ്പ് ഇവിടെ റെഡിയാണ്. അപ്പം ഞാനിതൊന്ന് സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു നൂഡിൽസിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ പറയും നൂഡിൽസ് ആണോ എന്നൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.